നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നലെ നമ്മൾ മനാഫിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വെറും മനാഫ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്നില്ല. അർജുൻ്റെ മനാഫ് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം അർജുൻ എന്ന ലോറി ഡ്രൈവറെ ലോകമെമ്പാടും അറിയാൻ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ലോറി ഉടമയായിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പല ആൾക്കാരും ആ വീഡിയോ കണ്ടു കാണും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ മരണപ്പെട്ടു പോയിട്ടുള്ള അർജുൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മളും കേരളത്തിലെ ജനങ്ങളെല്ലാം ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്ന ഒരു കല്യാണം കൂടിയാണ് ആ സഹോദരി. കാരണം അർജുൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ആ സഹോദരിയുടെ വിവാഹം നടന്ന് കാണണമെന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ ഒരു വിവാഹം നല്ല രീതിയിൽ തന്നെ നടന്നു. സഹോദരിക്കും ആ കുടുംബത്തിനൊക്കെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോയിലും മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ആ കുടുംബം പാടെ അങ്ങ് തഴഞ്ഞു. കല്യാണം മനാഫിനെ അറിയിച്ചില്ല എന്നുള്ളതാണ്. സത്യത്തിൽ മനാഫ് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് അർജുന്റെ കുടുംബക്കാർ എന്നെ കല്യാണം വിളിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വിഷമം എടുത്ത് വീഡിയോ ചെയ്യണം എന്ന് മനാഫ് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ചാനലുകാർ ഇത്തരം വാർത്തകളൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് ഒരു ചാനല് മനാഫിന്റെ അടുത്ത് വരുന്നു, മനാഫിനോട് ചോദിക്കുന്നു, അർജുന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു, നിങ്ങളെ ക്ഷണിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ഹൃദയവേദനയോടുകൂടി തന്നെയാണ് മനാഫ് അതിനൊരു മറുപടി കൊടുക്കുന്നത്. ഒരു പക്ഷെ തിരക്കിനിടയിൽ അവരത് മറന്നുപോയതായിരിക്കാം. എന്തായാലും ആ സഹോദരിക്ക് നല്ലത് വരട്ടെ, ആ കുടുംബത്തിന് നല്ലത് വരട്ടെ, ഞാനും എൻ്റെ കുടുംബവും അവരോടൊപ്പമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആ ചാനലുകാരനോട് മനാഫ് മറുപടി പറഞ്ഞത്. ഇത് മനാഫ് വിളിച്ചു വരുത്തി ഒരു ചാനലിനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. എന്തായാലും മനാഫ് എന്ന് പറയുന്ന ആ ഒരു നന്മ മനസ്സിനെ കേരളക്കരയിലെ ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഓരോ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനകത്തൊരു കുത്തിത്തെരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശീതളമ്മായി ഉണ്ടല്ലോ, നല്ല കറ തീർന്ന സംഗണി ചേച്ചി വന്നിട്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എന്തായാലും ശീതളമ്മായിയുടെ ആ വീഡിയോ ഒന്ന് കാണാതെ പോരുത്. ശീതളമ്മായിയുടെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമന്റ് ബോക്സിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം നെഗറ്റീവ് വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പച്ചയ്ക്ക് ഈ പറയുന്ന വൃത്തികെട്ട സാധനം ഇതിനകത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാ. മനാഫിൻ്റെ അടുത്തൊരു ചാനലുകാരൻ വന്നിട്ട് അർജുന്റെ സഹോദരിയുടെ വിവാഹം നിങ്ങളെ അറിയിച്ചില്ലേ എന്ന് ചോദിച്ചത് സ്വാഭാവികമാണ്. വേദനയോടുകൂടി തന്നെയാണ് അതിന് മനാഫ് ഒരു മറുപടിയും കൊടുത്തത്. കാരണം എന്നെ വിളിച്ചില്ല എന്നൊരിക്കലും മനാഫ് പരാതി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ കുടുംബം നശിച്ചു പോകണമെന്ന് മനാഫ് പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് നടക്കുന്ന ഇതുപോലത്തെ ചില വേട്ടാവളിയത്തിമാരായിട്ടുള്ള ആളുകളെ പൊതുസമൂഹം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് അറിയിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നാൽ സെപ്റ്റംബർ അവസാനത്തോടുകൂടി ആ പാവത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ വളരെ ദയനീയമായ അവസ്ഥയിൽ കിട്ടിയതിനെ തുടർന്നും കേരളത്തിൽ നടന്നത് വലിയ വലിയ വിവാദങ്ങളായിരുന്നു. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെ ചൊല്ലിയായിരുന്നു വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ആ സമയത്ത് അവിടെ നിന്നും പോകാതെ അർജുന് വേണ്ടി താൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് അത് മുതലെടുക്കുകയായിരുന്നു മനാഫിൻ്റെ ലക്ഷ്യമെന്ന് കുറേ പേർ, മനാഫിനെ പിന്തുണച്ചുകൊണ്ട് അധികം പേർ. അന്ന് മനാഫിനെ അധികം പിന്തുണച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാനും. ആ പിന്തുണയ്ക്ക് ഒരൊറ്റ കാരണമേ ഉള്ളായിരുന്നു, മനസാക്ഷി. അതുമാത്രം. ഈ ഒരു കെട്ടകാലത്തും ഒരു രക്തബന്ധവുമില്ലാത്ത ഒരുത്തിന് വേണ്ടി, തൻ്റെ തൊഴിലാളിയായ ഒരാൾക്ക് വേണ്ടി അത്രയും ആഴ്ചകൾ അവിടെ തമ്പടിച്ച് നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവിടെ തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്ത് മുതലെടുപ്പിന് വേണ്ടിയാണെങ്കിലും ശരി, മുതലെടുത്തോട്ടെ. അതിൽ നിന്ന് അയാൾ എന്ത് മുതലെടുക്കാനാണ്? അത് ചെയ്തില്ലേ, ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാതിരുന്നിട്ടും ചെയ്തില്ലേ എന്നത് മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ഏക പോയിന്റ്. ഇന്നും ആ കാര്യം അങ്ങനെ തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മനാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണത്തിൽ അദ്ദേഹത്തിനോട് തോന്നിയ അങ്ങേയറ്റത്തെ പുച്ഛം രേഖപ്പെടുത്താൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അർജുൻ്റെ സഹോദരിയുടെ വിവാഹം. മനാഫിനെ വിവാഹത്തിന് ക്ഷണിച്ചില്ല. നമുക്കറിയാം, ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം നമ്മളെല്ലാം സാക്ഷികളാണ്. ആ ഒരു ദുരന്തത്തിനെ തുടർന്ന് ആ ഗംഗാവലിയുടെ ആഴങ്ങൾ പോലും ഇത്രയും വലിയൊരു നീതികേട്, മര്യാദകേട് ആ അർജുനോട് കാണിച്ചു എന്ന് എനിക്കറിയില്ല. അത്രയും വലിയൊരു അപമര്യാദയാണ് ആ ആത്മാവിനോട് മരണപ്പെട്ട് നാളുകൾക്ക് ശേഷം, മൃതദേഹാവശിഷ്ടം കിട്ടിയ നാളുകൾക്ക് ശേഷം ആ കുടുംബാംഗങ്ങൾ ചെയ്തത്. ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു, മനാഫിനെതിരെ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ വലിയ സീനുകൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അന്നില്ലായിരുന്നു. അതവർ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് പ്രതികരണം എന്നോണം അടുത്ത വാർത്താ സമ്മേളനം മനാഫ് വിളിക്കുന്നു. ഇതൊക്കെ കണ്ട് ദുഃഖിച്ചവരാണ് നമ്മൾ. പല രീതിയിലും ആ വിഷയങ്ങളെ വിലയിരുത്തിയവരാണ് നമ്മൾ. എന്നാൽ വിവാഹത്തിന് അർജുൻ്റെ വീട്ടുകാർ വിളിച്ചില്ല എന്ന് തൊണ്ടയിടറിക്കൊണ്ട് മനാഫ് മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്തുന്നത് കണ്ടു. ക്ഷണിച്ചിട്ടില്ല, ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും തിരക്കാണ്. പക്ഷേ ഏതായാലും പല ആളുകളും പങ്കെടുക്കേണ്ടതെന്നുള്ള അറിഞ്ഞ സന്തോഷം.
ഉളുപ്പില്ലേ മനാഫ് എന്ന് ചോദിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് കേട്ടോ. നമുക്കെല്ലാവർക്കും ഇതിൽ നിന്ന്, ഈ വിഷയത്തിൽ നിന്ന് പഠിക്കാൻ 2 കാര്യങ്ങളുണ്ട്. ആദ്യം മനാഫിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി ആരും ചെയ്യാത്ത ഒരു ഉപകാരം, ഒരു വലിയ സഹായം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് എന്തൊക്കെയോ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ നല്ലതാണോ? നമ്മൾ ആർക്കാണോ സഹായം ചെയ്തു കൊടുക്കുന്നത് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ ആ സഹായം ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്ന് തിരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ ന്യായമുണ്ടോ? അല്ലെങ്കിൽ വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ ഒരാൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തിട്ട് അവർ ജീവിതകാലം മുഴുവൻ നമ്മളോട് ആ കടപ്പാട് സൂക്ഷിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലേ? ആ പ്രതീക്ഷ മുതലെടുക്കുന്നതും ആ പ്രതീക്ഷ പലയിടങ്ങളിൽ പല വികാരങ്ങളിൽ ചാലിച്ച് പ്രകടിപ്പിക്കുന്നതും തെറ്റല്ലേ? തെറ്റാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല. മനാഫ് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുക പോലും ചെയ്യരുതായിരുന്നു. നമ്മൾ പറയില്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ഒരൊറ്റ കാര്യത്തിൽ അതിൻ്റെ പ്രയോജനം ഇല്ലാതാക്കുക എന്ന്, സന്ധ്യ വരെ വെള്ളം കോരിയിട്ട് അവസാനം കലമുടക്കുക എന്നൊക്കെ. അർജുൻ്റെ കുടുംബം മനാഫിനോട് പല സമയത്തായിട്ട് നന്ദികേട് കാണിച്ചു, മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തി, അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അതിനൊക്കെ സാക്ഷികളായവരാണ് നമ്മൾ. നമുക്ക് എന്നെ വിളിക്കാൻ വിട്ടുപോയതായിരിക്കും, എല്ലാ നന്മകളും വരട്ടെ, എനിക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, അവർ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതായിരിക്കും, എന്നാലും എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറുതാകുകയാണ് മനാഫ്. നിങ്ങൾ വലുതെന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നെങ്കിൽ ആ വലുതിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ചെയ്യാവുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം മാധ്യമ പ്രവർത്തകർ നിങ്ങളെ ക്ഷണിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ തന്നെ അതിനോട് പ്രതികരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പിന്നെ അർജുൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും ഒരു സമയത്തും എനിക്ക് അവരെ പിന്തുണയ്ക്കാൻ തോന്നിയിട്ടില്ല. അവരുടെ ദുഃഖം അത് ഒന്നിനോടും ഉപമിക്കാവുന്നതല്ല. അങ്ങേയറ്റത്തെ വലിയൊരു ദുഃഖമാണ് അവർ ഓരോരുത്തരും അനുഭവിച്ചത്. വലിയ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ 1-2 മാസത്തോളമായിട്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒട്ടും നിസ്സാരമല്ല. അതറിയെ തന്നെ അതിനുശേഷം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ വളരെ അപക്വമായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അവർ ചെയ്തു, പറയാൻ പാടില്ലാത്തത് അവർ പറഞ്ഞു. മനാഫിനെ, കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ മനാഫിനെയും കൂടി ക്ഷണിക്കാമായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷണിക്കാമായിരുന്നു, അല്ല, അവർ ക്ഷണിക്കണമായിരുന്നു. പക്ഷെ അവരിത് ചെയ്തില്ല. അത് അവരുടെ നിലവാരം, അല്ലെങ്കിൽ അവരുടെ സംസ്കാരം, അവരുടെ തീരുമാനം. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്കിവിടെ യാതൊരു നിർവാഹവുമില്ല. അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരും, അവർക്കൊപ്പം മനാഫും ചെയ്യേണ്ട കാര്യമാണ്. അതിനെ ഒരു പ്രത്യേക വിഷയമാക്കി ഉയർത്തിക്കാട്ടി വീണ്ടും ഒരു സംസാരത്തിനൊക്കെ ഇടവെച്ചാൽ അകാലത്തിൽ പോയ ആ ആത്മാവിനോട് വീണ്ടും നിങ്ങൾ കാണിക്കുന്ന മര്യാദകേടാവും. അപ്പൊ ഈ സംഗണി അമ്മച്ചി ഈ ആവണക്കിണയിൽ കടവറങ്ങിയവന്റെ നയമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം ഇങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മനാഫിന്റെ പ്ലാറ്റ്ഫോമിലൂടെ അർജുന്റെ സഹോദരിയുടെ വിവാഹം അവരുടെ കുടുംബക്കാർ, അല്ലെങ്കിൽ അവരുടെ അമ്മ, അല്ലെങ്കിൽ അവരുടെ അളിയൻ, പെങ്ങള് എന്നെ അറിയിച്ചില്ല എന്ന് വല്ലയിടത്തും വന്ന് പറഞ്ഞു. ഇല്ല, ഈ ഒരു സംഭവം അറിഞ്ഞ് ഈ അർജുന്റെ സഹോദരിയുടെ വിവാഹം അറിഞ്ഞ ഉടൻ തന്നെ ഒരു ചാനലുകാരൻ ഓടിച്ചെന്നിട്ട് മനാഫിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, അർജുന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് നിങ്ങളെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചാൽ മനാഫ് എന്ത് പറയണം? മനാഫ് എന്താ പറഞ്ഞത്? വേദനയോടുകൂടി തന്നെയാണ് മനാഫ് പറഞ്ഞത്. അതൊരു പക്ഷേ ചിലപ്പം തിരക്കിനിടയിൽ അവർ മറന്നു പോയതായിരിക്കാം. ഇതിനകത്ത് എന്താണ് ഈ സംഗണി അമ്മായി കണ്ട ഒരു തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്ന ഈ സംഗണി അമ്മായിയുടെ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നല്ലവരായിട്ടുള്ള മനാഫിനെ സ്നേഹിക്കുന്ന, അർജുനെ സ്നേഹിക്കുന്ന ആളുകൾ നല്ല വൃത്തിക്ക് കണക്കിന് അടിച്ചണ്ണാക്കി കയറ്റി കൊടുക്കുന്ന നല്ല കിടുക്കാച്ചി കമന്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നോണ്ട് ഈ വെറുപ്പും വിദ്വേഷവും മനാഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീയൊക്കെ നടത്തുന്നു? കുറെ കാലമായി ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ എല്ലാം ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ് മേഖലകളും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ കുടുംബത്തെയോ അർജുനെയോ ഫോക്കസ് ചെയ്തിട്ട് എവിടെയും വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ ആരും ഈ നിമിഷം വരെ കേട്ടിട്ടില്ല, അല്ലെ? ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് നടക്കുന്ന ഈ സംഗണിച്ചിമാരെയൊക്കെ നമ്മളൊന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന് നാശമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ക്ഷുദ്രജീവികളാണ്. അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും